ഏറ്റവും കൂടുതൽ എന്താ സിനിമയിൽ ഇഷ്ടപ്പെട്ടത്? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സോങ്സ് നല്ലതാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയാണ്, പിന്നെ കോമഡി ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആർട്ടിസ്റ്റുകൾ അടിപൊളിയാണ്, പിന്നെ നമുക്ക് ഇത്രയും ഡയറക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. അജയ് ചേട്ടനൊക്കെ കോമഡി ചെയ്തിട്ടാണ് ആദ്യമായിട്ടാണ്, അതൊക്കെ എനിക്ക് ഇഷ്ടമായി. ഇവരുടെ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അൽത്താഫിന് ആക്ച്വലി ബേസിക്കലി മറ്റേ മറിയം വന്ന് വിളക്കൂതി മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ്. അപ്പം മൂപ്പര് സംസാരിച്ചാലേ എന്താ പറയുക കോമഡി വർക്കൗട്ട് ആവും. അതിൻ്റെ കൗണ്ടേഴ്സ് അത് വിനീതേട്ടനാണെങ്കിലും അൽത്താഫിലാണെങ്കിലും കുട്ടിയക്കിലാണെങ്കിലും ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ ആ ഒരു കോംബോ ഉണ്ടല്ലോ, ഇവരൊക്കെ ബേസിക്കലി ഇങ്ങനെ തന്നെയാണ്. അപ്പം ഷടപടയുന്ന ഇവരുടെ റിയാക്ഷൻസ് ഒക്കെ. അപ്പം അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ബേസിക്സ് ബിഹേവിയറൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓവറോൾ സിനിമ എങ്ങനെയാണ്? ഓവറോൾ ഇറ്റ്സ് എ റിയലി എന്റർടൈൻമെന്റ് മൂവിയാണ്. നമ്മൾ മൂവീസ് എന്റർടൈൻമെന്റ് എന്നാണല്ലോ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് മൂവിയാണ്, രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വിനോദേട്ടൻ അടിപൊളിയായിരുന്നു. സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം, നല്ലോണം ചിരിക്കാൻ പറ്റും ഉറപ്പായിട്ടും. എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സിനിമയ്ക്ക്? എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സിനിമ ചെയ്യാൻ പറ്റി, അതിൻ്റെ ഒരു നല്ല പാർട്ടാവാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ സിനിമയിൽ ഇഷ്ടമായ സീൻ എനിക്ക് സരിത ചേച്ചിയുടെ ആക്ഷൻ സീൻ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അൽത്താഫ് ഖാന്റെ സീൻസും മനാർക്ക് അങ്ങനെ എല്ലാ സീൻസും ഭയങ്കര ഇഷ്ടമായി. കോമഡിയാണോ സിനിമ? അതെ അതെ തീർച്ചയായും. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? മൂവി അടിപൊളി മൂവിയായിരുന്നു. ഒന്ന് ഡീറ്റെയിലായിട്ട് പറയാമോ? കംപ്ലീറ്റ്ലി കോമഡി എന്റർടൈനറാണ് മൂവി എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. 2 മണിക്കൂർ ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റും. എല്ലാവരും പോയി കാണണം. നല്ലൊരു കോംബോ നമുക്ക് അവിടെ കാണാൻ പറ്റും. അൽത്താഫ് അനാർക്കലി കോംബോ നല്ല രസമുണ്ട്. പിന്നെ അടിപൊളി മാസ് ഉണ്ട് കേട്ടോ. ചെറിയ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രെയിംസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും പോയി കാണുക. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ സിനിമയ്ക്കതോ ഭയങ്കര ഇഷ്ടമായത് ഒരു 4 പേരിങ്ങനെ ഭയങ്കര ലേഡീസ്, സാധാരണ നമ്മൾ കാണാത്ത ഒരു മാസ് നമുക്ക് അതിനകത്ത് ലേഡീസിൻ്റെ കാണാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ജനറലി നമ്മൾ കാണാത്തൊരു സാധനമാണ്. അടിപൊളിയായിട്ടുണ്ട്, സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. നല്ല കോമഡി നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, പൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓവറോൾ ഐ ലൈക്ക് ഇറ്റ്. ഐ ഗസ് 10 on 10 തന്നെയാണ് ഈ മൂവി. സോ എല്ലാവരും പോയി കാണുക. അത് തിയേറ്റർ എഫക്റ്റ് ആണെങ്കിൽ നന്നായിരിക്കും തന്നെ ഞാൻ പറയുന്നു. മൂവിക്കൊക്കെ പിന്നെയല്ലേ, പക്ഷേ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി 6 മാസം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. സ്ത്രീ പ്രാധാന്യമില്ലെന്ന് പറയുന്നത് നല്ല സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ളൊരു പടം. അവസാനമൊക്കെ കലക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള പടം. അതിന്റെ പേര് തന്നെ ഒരു വെറൈറ്റിയാണ്, ഒരു പ്രസിദ്ധ ബ്രാൻഡിന്റെ വെറൈറ്റി പേരാണ്. അതാണ് ഈ കഥ തന്നെ. കുഴപ്പമില്ല, പുള്ളി നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും ജിയോ ബേബിയൊക്കെ നല്ല സിനിമ, നല്ല കാതലിന്റെ ഡയറക്ടർ പുള്ളി നല്ല റോള് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല സിനിമ.